ഹായ് മലയാളീസ്, നിങ്ങൾ വേലിയേറ്റവും വേലിയിറക്കവും കണ്ടിട്ടുണ്ടോ? പുഴയിൽ ഇതാണ് വേലിയേറ്റ സമയമാണ്. അല്ല, വഞ്ചിയിലിരിക്കുന്നവർ അവർ ഞണ്ടിനെ പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഞണ്ട് കിട്ടുന്നത് ശരിക്ക് ആ ഒരു സൈക്കിൾ റിങ്ങിൻ്റെ അടിയിൽ നെറ്റ് കെട്ടിയിട്ട് അതിൽ തീറ്റ കെട്ടി ഇട്ടതിന് ശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം വന്ന് അവരത് പൊന്തിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൽ ചിലപ്പോൾ ആ തീറ്റ കഴിക്കാനായിട്ട് ഞണ്ട് വന്ന് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഞണ്ടിനെ കിട്ടലാണ്. അപ്പോൾ അതാണ് ആ കാണുന്നത്. ഇതിപ്പോൾ വേലിയേറ്റ സമയമാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ പുഴയുടെ അപ്പുറത്തെ ഭാഗത്തു കൂടിയാണ് ബോട്ടുകൾ, മീൻപിടുത്ത ബോട്ടുകളും യാത്രാ ബോട്ടുകളെല്ലാം പോകുന്ന ചാലാണത്. ബോട്ട് ചാല് എന്ന് പറയും. ഇതാണ് വേലിയിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ സെയിം സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട സെയിം സ്ഥലമാണ് ഇത്. വേലിയിറക്കം, വെള്ളം ഇറങ്ങി വറ്റി ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇത്. രണ്ടും അതേ സെയിം സ്ഥലമാണ്. ഈ കാണുന്നത് ആ കെട്ടി തിരിച്ചിങ്ങോട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് ചകിരി മൂടാൻ വേണ്ടിയിട്ട് ഇവിടെ ചകിരി തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ചകിരി ഫാക്ടറിക്കാർക്ക് ചകിരി മൂടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഇപ്പോൾ ഇത് കണ്ടോ, ഒരു കണ്ടലിൻ്റെ ചെടിയാണ്. ഒരു കണ്ടൽ ചെടി എങ്ങനെ മണ്ണൊലിപ്പ് തടയുന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ്. ഒരു ചെറിയ കുറ്റി കൊണ്ട് വെച്ചതാണ്. അത് അങ്ങനെ വടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇതാണ് കണ്ടൽ ചെടിയുടെ കട എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കണ്ടൽ ചെടിയെ സപ്പോർട്ട് ചെയ്യുക, നല്ല പ്രോത്സാഹനം കൊടുക്കുക. ഇത് ചകിരിക്കുഴി എന്ന് പറയും. ചകിരി മൂടാൻ വേണ്ടി പണ്ട് ചകിരി ഫാക്ടറിക്കാർക്കും ഇവിടെ ചകിരി തൊഴിലാളികളൊക്കെ ഇതിൽ കുഴി കുത്തിയിട്ട് ചകിരി മൂടി ചീച്ച് അതെടുത്ത് തല്ലിയാണ് ചകിരി പണ്ട് ഉണ്ടാക്കിയിരുന്നത്. പോള കളഞ്ഞ് ചകിരി ഉണ്ടാക്കി കയറ് പിരിച്ചിരുന്നത്.